ഹലോ ഫ്രണ്ട്സ് ആൻഡ് വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ചിക്കൻ കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല വറുത്തരച്ച ചിക്കൻ കറി. അപ്പം നമുക്ക് വേഗം തന്നെ നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പം നമ്മളിതാ ചിക്കനൊക്കെ കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. 1/2 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് തേങ്ങ വേണം. 1/2 തേങ്ങയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്, ഒരു തേങ്ങേൻ്റെ പകുതി. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഒരു മീഡിയം സൈസ് സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് പച്ചമുളക് ആവശ്യത്തിനുള്ളത് എടുക്കുക. ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പിടി ചെറിയ ഉള്ളി വേണം. അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ആവശ്യത്തിന് കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടെ വേണം. പിന്നെ നമുക്ക് കുറച്ച് മസാലകൾ കൂടെ വേണം. അതെന്തൊക്കെയാണെന്ന് നോക്കാം. 2 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ ചിക്കൻ മസാല, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 സ്പൂൺ ഗരം മസാല, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, അതിൻ്റെ കൂടെ തന്നെ ഗ്രാമ്പൂ, പട്ട, ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. ഇനി നമുക്ക് ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചിക്കനെ ചട്ടിയിലേക്ക് മാറ്റണം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച മസാലകളെല്ലാം ഇട്ട് കൊടുക്കുക. ഞാൻ എല്ലാ മസാലകളും ഈ ഒരു സ്പൂണിലാണ് മെഷർ ചെയ്യുന്നത്. 2 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും സാധനങ്ങളാണ് നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് കൈ കൊണ്ട് നന്നായിട്ട് മസാലകളെല്ലാം കൂടെ മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ടത് നമുക്ക് ഒരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പം മസാലയൊക്കെ നന്നായിട്ട് തന്നെ ചിക്കനിൽ പിടിച്ച് വരാൻ ഈ സമയം കൊണ്ട് നമുക്ക് പച്ചക്കറികളൊക്കെ വഴറ്റിയെടുക്കണം. അപ്പം പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഉള്ളിയും അതേപോലെ തന്നെ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉള്ളിയൊക്കെ ജസ്റ്റ് ഒന്ന് വഴണ്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതെല്ലാം കൂടെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതെല്ലാം കൂടെ വീണ്ടും ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഉള്ളിയൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തക്കാളി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി ആ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ഗ്രാമ്പൂ, പട്ട, ജീരകം, അതേപോലെ തന്നെ കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്കത് മാറ്റാം. ഇനി കുരുമുളക് ഇല്ലാത്തവരാണെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ തേങ്ങ വറുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ കോക്കനട്ട് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇനി അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ തേങ്ങേൻ്റെ കളറ് ചേഞ്ച് ആയിട്ട് വരും. ഇതുപോലൊരു ബ്രൗൺ കളറായി വരും. ഈ സമയത്ത് നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി ആ തേങ്ങ നേരെ മിക്സിയിലിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ഗ്രാമ്പൂ, പട്ടയൊക്കെ ഉണ്ടല്ലോ, അതും കൂടെ ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് വേണം അരച്ചെടുക്കാനായിട്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നേരത്തെ വെച്ച ചിക്കനിൽ മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അതൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിന് നേരെ അടുപ്പിലേക്ക് വെക്കാം. അപ്പോൾ ഇതാ ചിക്കനൊക്കെ നന്നായി തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ വഴറ്റി വെച്ച ഉള്ളിയും തക്കാളിയും അതൊക്കെ ആ ഒരു മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളതിലേക്ക് ചിക്കൻ മസാലയും ഗരം മസാലയും കുറച്ച് മല്ലിച്ചപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് വീണ്ടും ഇത് കുറച്ച് സമയം അടച്ച് വെച്ചിട്ട് വേവിക്കണം. ചിക്കനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ടെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും നമുക്കിത് മാറ്റാം അടുപ്പിൽ നിന്ന്. തേങ്ങ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ അധിക സമയം ഇത് തിളപ്പിച്ചെടുക്കാൻ പാടില്ല. അപ്പോൾ ആ തേങ്ങേൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ പോവും. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് തിളച്ചതിന് ശേഷം നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം. ഇനി നമ്മളുടെ ലാസ്റ്റ് സ്റ്റെപ്പാണ്. നമ്മൾ കറിക്ക് ഒന്നുകൂടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കോക്കനട്ട് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് തേങ്ങ ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ട് അതൊന്ന് വറുത്തെടുക്കുകയാണ്. അപ്പോൾ ഒരു ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിത് അടുപ്പിൽ നിന്ന് മാറ്റാം, കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഓണത്തിനൊക്കെ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്.